ഓം ശാന്തി. കുറേ ആളുകളായിട്ട്, കുറേ നാളുകളായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നുണ്ട് സിസ്റ്റർ. വീഡിയോസിൽ നിന്ന് ഞങ്ങൾ മോട്ടിവേഷൻ എടുത്തു, മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുന്നുണ്ട്, പക്ഷേ ഏകാഗ്രമാക്കേണ്ടത് എങ്ങനെ, എവിടെ കണക്ട് ചെയ്യണം എന്നൊന്നും ഞങ്ങൾക്ക് ആവുന്നില്ല എന്ന്. ഒന്നാമത്തെ സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഈശ്വര വിശ്വവിദ്യാലയത്തിലെ രാജയോഗ മെഡിറ്റേഷൻ്റെ ബേസിക് കോഴ്സസ് ഫ്രീ ആയിക്കൊണ്ട് ഓൺലൈനിലായിട്ട് കുറേ ക്ലാസ്സുകളുണ്ട്. പല ബ്രാഞ്ചസിൻ്റെ അണ്ടറിലായിട്ട് ഒത്തിരി ക്ലാസ്സുകൾ ഹിന്ദിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിൽ തന്നെ 3-4 ക്ലാസ്സുകൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കയറി നിങ്ങൾക്ക് പഠിച്ചിട്ടാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാനതായിട്ടുള്ള ഗൈഡൻസ് നമുക്ക് കിട്ടും. ഈശ്വരനിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കാനാവും, ഊർജം നമുക്ക് ആവാഹിക്കാനും സാധിക്കും. എന്നാലും ഇന്ന് ഈ BK ഷീബയിലെ വ്യൂവേഴ്സ് ആയിരിക്കുന്ന, മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും അത് കിട്ടാതിരിക്കുകയും കണ്ണടച്ചിരിക്കുന്നുണ്ട് പക്ഷെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നും പറയുന്നവർക്ക് വേണ്ടി ഒരു കൊച്ചു ടിപ്പ് അല്ലെങ്കിൽ ഒരു കൊച്ചു ഗിഫ്റ്റ് നിങ്ങൾക്കായി തരാൻ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. ഇത് ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ. കുറേ പേരുടെ കുറേ നാളത്തെ ആയിട്ടുള്ള ആവശ്യമാണ്, സിസ്റ്റർ മെഡിറ്റേഷൻ ഇരിക്കുന്നുണ്ട്, കണ്ണടച്ചിരിക്കണോ കണ്ണ് തുറന്നിരിക്കണോ, എവിടേക്കാണ് മനസ്സ് ഏകാഗ്രമാക്കേണ്ടത്, സാധിക്കുന്നില്ല, എന്നിലേക്ക് നോക്കുകയാണോ വേണ്ടേ, എന്ത് ഞാൻ ചെയ്യണം എന്നറിയുന്നില്ല എന്ന്. ഞാൻ അതിനുവേണ്ടി ഒരു ചെറിയ വീഡിയോ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരികയാണ്. ഒന്നാമത്തെ കാര്യം, മെഡിറ്റേഷൻ അഥവാ ധ്യാനം, യോഗ എന്നത് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, രാജയോഗ മെഡിറ്റേഷൻ. കഴിയുമെങ്കിൽ അത് കണ്ടു നോക്കണം. യോഗ എന്ന ശബ്ദം യുജ ധാതുവിൽ നിന്നാണ്. കണക്ഷൻ, ലിങ്ക് എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ ആരുമായിട്ട് കണക്ട് ചെയ്യണം? ഓക്കെ, സെൽഫ് നമ്മളെ തന്നെ ഒരു പോയിന്റ് ഓഫ് ലൈറ്റ് ആയിട്ട് കാണുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ ഈ ഇന്ദ്രിയങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് ഉൾവലിക്കാത്തിടത്തോളം കാലം ഒരിക്കലും നിങ്ങൾക്ക് സുപ്രീം പവറായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് കണക്ട് ചെയ്യണോ, 2 വയറ് കൂട്ടിക്കെട്ടും പോലെ ആദ്യം സ്വയം ഞാൻ ആരെന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിവ് വേണം. ബേസിക് കോഴ്സ് നിങ്ങൾക്കത് വിശദമായിട്ട് നിങ്ങൾക്ക് കിട്ടും. എന്നിരുന്നാലും മെഡിറ്റേഷന് വേണ്ടി ഒരു പോയിന്റ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ ഭ്രൂമധ്യത്തിൽ ഇവിടെ ഒരു പ്രകാശ നക്ഷത്രം നമ്മൾ ഷൈൻ ചെയ്യുന്നതായിട്ട്, തിളങ്ങുന്നതായിട്ട് കാണുക. സ്വയം പ്രകാശിക്കുന്നതായിരിക്കുന്ന അതിസൂക്ഷ്മമായൊരു പ്രകാശ നക്ഷത്രം ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്നതായിട്ട്. രണ്ടാമത്, നമുക്ക് ആ എനർജി നിറയ്ക്കാൻ വേണ്ടി ആ സുപ്രീം പവർ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യണം. ഇവിടെയാണ് പലരുടെയും അഭിപ്രായങ്ങളും മനസ്സുകളും മാറിപ്പോകുന്നത്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ആരുമായിട്ടാണ് കണക്ട് ചെയ്യണ്ടേ? കൃഷ്ണനായിട്ടാണോ, രാമനായിട്ടാണോ, യേശു ആയിട്ടാണോ, അല്ലാ ആയിട്ടാണോ, അതോ ഖുദ ആയിട്ടാണോ, ആരുമായിട്ടാണ്? ഒരു സത്യം നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞേ പറ്റും. എൻ്റെ ജീവിതത്തിലെ അനുഭവം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഞാൻ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. 4ാം ക്ലാസ്, 10ാം ക്ലാസ്, കോളേജുകാർ, ഓഫീസിൽ ഒരുപാട് ആയിരക്കണക്കിന് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതയാത്രയിലുള്ളിൽ. ആ യാത്രകളിലൊക്കെ തന്നെ ഞാൻ എവിടെയൊക്കെ സാഹചര്യം കിട്ടുമോ അവരോടൊക്കെ ചോദിക്കാറ് ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്: ഈ ലോകത്ത് എത്ര ഈശ്വരനുണ്ട് എന്ന്. എല്ലാവരും എനിക്കാകെ ഒരു ഉത്തരേ തന്നിട്ടുള്ളൂ, ഒരേ ഒരു ഈശ്വരൻ മാത്രം. ഈ കുഞ്ഞു മക്കൾ അവരുടെ നിഷ്കളങ്കമായിരിക്കുന്ന ചിരിയോടുകൂടി എനിക്ക് ഉത്തരം തരാറുണ്ട്: ഈശ്വരൻ ഒന്നേ ഉള്ളൂ. വലിയ ആളുകൾ അവരുടെ മനസ്സിനുള്ള സംഘർഷവും ചിന്തയും പല വഴിക്ക് പോകുമ്പോഴും അപ്പോഴും അവരുടെ അടുത്ത് എനിക്ക് ഉത്തരം കിട്ടാറുണ്ട്: ഈശ്വരൻ ഒന്നേ ഉള്ളൂ. തൻ്റെ ജീവിതത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ സമയമാണെന്ന് വിചാരിച്ചിരിക്കുന്ന യൂത്ത്, കോളേജുകളിലെ കുട്ടികൾ ചോദിക്കാറുണ്ട്. അവർ തമാശയ്ക്കാണെങ്കിൽ പോലും അത് ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നോട് പറയാറുണ്ട്: ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഒരൊറ്റ ഈശ്വരൻ, ഒരു ശക്തി മാത്രമേ ഉള്ളൂ ലോകത്ത്. ആ പരമമായിരിക്കുന്ന ശക്തിയെ നിങ്ങൾ അല്ലാഹ് എന്ന് വിളിച്ചാലും, യഹോവ എന്ന് വിളിച്ചാലും, ശിവൻ എന്ന് വിളിച്ചാലും, ഏത് പേരിട്ട് വേണമെങ്കിൽ വിളിച്ചോ, പക്ഷെ ആ പരമമായിരിക്കുന്ന ശക്തി ഒന്നേ ഉള്ളൂ. അല്ലാഹ് എന്ന് വെച്ചാൽ മംഗളകാരി എന്ന് തന്നെയാണ്. യഹോവ എന്ന് വെച്ചാൽ അർത്ഥം ഈ പ്രപഞ്ചത്തിന് മംഗളം നൽകുന്ന മംഗളകാരി എന്നാണ്. ശിവൻ എന്ന് വെച്ചാൽ മംഗളകാരി എന്നാണ് അർത്ഥം. പല വാക്കുകളിൽ, പല ഭാഷകളിൽ, പല ശബ്ദങ്ങളിൽ പറഞ്ഞോട്ടെ. കുറച്ച് വെള്ളം എടുത്തിട്ട് വാട്ടർ, നീരു, പാനി, തണ്ണി എന്ന് പറഞ്ഞതുകൊണ്ട് സാധനം മാറുന്നില്ലല്ലോ. നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും ആ പരമമായിരിക്കുന്ന ശക്തി, ആ കരുണാസാഗരനായിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാൻ നിങ്ങളുടെ അടുത്ത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ഭാഷയിൽ വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ സ്വരൂപത്തെ യഥാർത്ഥമായിട്ട് കാണൂ. ആ പരമമായിരിക്കുന്ന ശക്തി, പരമ്പൊരുളായിരിക്കുന്ന ഭഗവാൻ, പരമമായിരിക്കുന്ന പ്രഭു അഥവാ ഓൾമൈറ്റി അതോറിറ്റി, സർവശക്തനായിരിക്കുന്ന ഭഗവാൻ
പ്രകാശമാണ്, നന്മയുടെ പ്രകാശമാണ്, ജ്ഞാനത്തിൻ്റെ സാഗരാണ്, സ്നേഹത്തിൻ്റെ സാഗരാണ്, കരുണയുടെ സാഗരാണ്, ശാന്തി സാഗരനാണ്, എല്ലാ സാഗരാണ്, രൂപത്തിൽ ബിന്ദുവാണ്, ഗുണങ്ങളിൽ സിന്ധുവാണ്. ഈ പ്രപഞ്ചത്തിലെ സർവ്വജീവാത്മാക്കളും ഒരേ സമയം ഭഗവാൻ എന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ആ എല്ലാ ജീവാത്മാക്കൾക്കും ഒരേ സമയം കരുണയും സ്നേഹവും ശക്തിയും പകർന്നു നൽകാൻ കഴിയുന്ന ആ ഭഗവാൻ, ആ ഈശ്വരനെ ആ പ്രകാശമായിക്കൊണ്ട്, സർവ്വതിൻ്റെയും പൊരുളായ പ്രകാശമായിക്കൊണ്ട് നമ്മൾ സങ്കല്പിക്കും. നിങ്ങൾ ഏത് പേര് വേണമെങ്കിൽ വിളിച്ചോ, പക്ഷേ ആ പ്രകാശം നമ്മുടെ തലയ്ക്ക് മേലെ വന്ന് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കൂ. എന്നിട്ട് സങ്കല്പത്തിൻ്റെ ഭാഷയിലൂടെ ഭഗവാനോട് നമുക്ക് സംസാരിക്കും. ഈശ്വരന് ഹിന്ദിയോ ഇംഗ്ലീഷോ മലയാളമോ തമിഴോ നോ ഡിഫറൻസ്. പക്ഷേ സങ്കല്പമാണ് ഈശ്വരനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭാഷ. അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഷയിൽ കണ്ണ് തുറന്നിരിക്കാനായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് കണ്ണ് തുറന്നിരിക്കുന്ന സമയത്ത് പോലും ഈശ്വരൻ്റെ ഓർമ്മയിൽ കർമ്മം ചെയ്യാൻ പറ്റണം എന്നുള്ളത് കൊണ്ടാണ്. രാജയോഗ മെഡിറ്റേഷൻ്റെ ക്ലാസ് പഠിക്കാൻ പോയവർക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, കണ്ണടച്ചിരുന്നിട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ലൈറ്റ് വെച്ചിട്ട് ഒരു വിളക്ക് കൊളുത്തി വെച്ചു, അല്ലെങ്കിൽ ഒരു മെഴുതിരി കൊളുത്തി വെച്ചു, ഒരു ദീപനാളത്തെ അതിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഏകാഗ്രമാക്കി ഈ സ്ഥൂലമായിരിക്കുന്ന നേത്രങ്ങളെ ആ കണ്ണുകളിലേക്ക് ഏകാഗ്രമാക്കുക എന്ന് പറയുമ്പോൾ കണ്ണിമ വെട്ടാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഇപ്പോൾ മനസ്സ് ടോപ്പിക്കിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുന്നിൽ നിങ്ങളെല്ലാവരും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഈ കണ്ണ് ഈ രണ്ട് ദൃശ്യങ്ങളിലും ഇല്ല. അതുപോലെ തന്നെ കണ്ണിമ വെട്ടുന്നുണ്ടോ, കണ്ണടയുന്നുണ്ടോ, തുറക്കുന്നുണ്ടോ, അതിനെക്കുറിച്ച് നമ്മൾ അറിയുക പോലും ചെയ്യുന്നില്ല. ഇൻ ദ സെയിം വേ നമ്മുടെ ഈ കണ്ണ് ഇമ വെട്ടിക്കോട്ടെ അല്ലെങ്കിൽ അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് നോക്കിയിട്ട്, അത് നമ്മുടെ ഈ കണ്ണടയുമ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂടും, കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൂടിയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ലൈറ്റിലേക്ക് മാത്രം നോക്കി ഈ നേത്രങ്ങൾ ഉടക്കി വെക്കാനൊരു പോയിൻ്റ് എന്ന നിലയ്ക്ക് ആ ലൈറ്റിനെ നോക്കൂ. ഒപ്പം മനസ്സുകൊണ്ട്, അകക്കണ്ണുകൊണ്ട് ഒരു റോസാപ്പൂ നമ്മുടെ കയ്യിലെടുത്തിട്ട് കണ്ണടച്ച ആ റോസാപ്പ് നമുക്ക് കാണാം അല്ലേ? ദ സെയിം വേ ഒരു പോയിൻ്റ് ഓഫ് ലൈറ്റിന് ഭ്രൂമധ്യത്തിൽ കാണുക. എന്നിട്ട് ആ പരമശക്തി നമ്മുടെ സമീപത്തേക്ക് വിളിക്കുക. ആ പ്രകാശം നമ്മുടെ തലയുടെ മുകളിൽ പ്രത്യക്ഷമാകുന്നതായിട്ട് അകക്കണ്ണുകൊണ്ട് കാണുക. ആ പ്രകാശകിരണങ്ങൾ നമ്മളിൽ ഒഴുകി നിറഞ്ഞ് നമ്മുടെ മനസ്സ് ശാന്തമായി മാറുന്നതായിട്ട് അനുഭവിക്കുക. ഈശ്വരൻ്റെ ശക്തിയുടെ കിരണങ്ങൾ വരുന്നു. മനസ്സിലുള്ള ഊർജവും ശക്തിയും എല്ലാം പതുക്കെ പതുക്കെ നിറഞ്ഞ് നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ച് ആ ഈശ്വരൻ്റെ പ്രകാശകരങ്ങളിൽ നമ്മളെ അങ്ങ് നഷ്ടപ്പെടുത്ത്. ഞാൻ അലിയൂ, അതിനെയാണ് നഷ്ടപ്പെടുത്തുന്നത് പറയുന്നത്. ഞാനില്ലേ ഇവിടെ, ആ കിരണം മാത്രമേ ഉള്ളൂ, ആ ശക്തിയേ ഉള്ളൂ, ആ ആനന്ദമേ ഉള്ളൂ, ആ സുഖമേ ഉള്ളൂ. അങ്ങനെ അലിഞ്ഞ് നിങ്ങൾ കുറച്ച് സമയം ഇരുന്ന് നോക്ക്. അത് കഴിഞ്ഞ ശേഷം കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സുഖം, അഥവാ അതിൽ നിന്ന് ദൃഷ്ടിയൊന്ന് മാറ്റുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം, ആ ശക്തി, അത് മനസ്സിൽ നിറഞ്ഞൊഴുകും. എനിക്ക് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഒഴുകുക. അതുകൊണ്ട് എനിക്ക് അറിയാണ്ട് പറയാൻ പറ്റാതായി പോകുന്നു. എനിവേ, ഈ രീതിയിൽ നിങ്ങളെ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യൂ. ആ കണക്ഷനിൽ നിങ്ങൾക്ക് എത്ര മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ അത്ര മിനിറ്റ് ഇരിക്കൂ. അതിൻ്റെ ഡെപ്ത് കൂട്ടൂ. അതനുസരിച്ച് നിങ്ങളുടെ വിഷ്വലൈസേഷൻ പവർ കൂടും, നിങ്ങളുടെ അഫർമേഷൻസ് പവർഫുള്ളാവും, നമ്മൾക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഒഴുകി വരാൻ തുടങ്ങും. അതുകൊണ്ട് മിനിമം ഒരു 20 to 25 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഏകാഗ്രമായി കഴിയാൻ തുടങ്ങുമ്പോൾ ജീവിതം മാറി മറിയാൻ തുടങ്ങും. കൊച്ചു കാര്യമാണ്, ചെയ്തു നോക്കണം. നിങ്ങൾക്ക് പറ്റും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പറ്റട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.